ഹായ്. ഇന്നത്തെ നമ്മുടെ ലെസൺ ഇൻ ആൻഡ് ഓൺ. ഇൻ എന്നതും അതുപോലെ ഓൺ എന്നതും പ്രെപ്പോസിഷൻസ് ആണ്. ഇതിന് ഒരുപാട് യൂസസും ഉണ്ട്. ഒരുപാട് സിറ്റുവേഷൻസിൽ അത് ഉപയോഗിക്കാം. എല്ലാ സിറ്റുവേഷൻസ് ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഒരു സിറ്റുവേഷൻ മാത്രം ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സിറ്റുവേഷനിൽ ഇൻ ആണോ ഓൺ ആണോ എന്ന ഒരു ഡൗട്ട് വരുമ്പോൾ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു സ്മോൾ ടിപ്പാണ് ഇന്നത്തെ ലെസണിൽ. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. ആദ്യം ഒരു കുഞ്ഞ് എക്സാമ്പിൾ. ഐ റെഡ് ഇറ്റ് ഇൻ ദ ബുക്ക്. ഞാൻ അത് ഒരു ബുക്കിൽ വായിച്ചു. ഐ റെഡ് ഇറ്റ് ഓൺ ദ ഇൻ്റർനെറ്റ്. ഞാൻ അത് ഇൻ്റർനെറ്റിൽ വായിച്ചു. ഈ രണ്ട് സെൻറ്റൻസുകളും നോക്കൂ. ഫസ്റ്റ് സെൻറ്റൻസിൽ ഇൻ ദ ബുക്ക് ആണ്. നെക്സ്റ്റ് സെൻറ്റൻസിൽ ഓൺ ദ ഇൻ്റർനെറ്റ്. ഫസ്റ്റ് സെൻറ്റൻസിൽ ഇൻ ഉപയോഗിച്ചു, സെക്കൻഡ് സെൻറ്റൻസിൽ ഓൺ ഉപയോഗിച്ചു അല്ലേ? ആ സെൻറ്റൻസിൽ എന്താ ഒരു ഡിഫറൻസ് ഉള്ളത്? ഒരു സ്ഥലത്ത് ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ ബുക്ക് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ബുക്കിൻ്റെ ഒപ്പം നമ്മൾ ഇൻ എന്നുള്ള പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്തത്. അതേസമയം ഇൻ്റർനെറ്റ് എന്നായപ്പോൾ ഓൺ ഉപയോഗിച്ചു. അത് തന്നെയാണ് അവ തമ്മിലുള്ള വ്യത്യാസം. ബുക്ക് എന്ന് പറയുന്നത് പേപ്പർ ആണ്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് മീഡിയ ആണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് മീഡിയ ആണെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ആണെങ്കിൽ നമുക്ക് ഓൺ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ പേപ്പറിൽ എന്തെങ്കിലും എഴുതിയിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ നമ്മൾ, അവിടെയൊക്കെ നമ്മൾ ഇൻ ആണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഇൻ ദ ന്യൂസ് പേപ്പർ, ഇൻ എ മാഗസിൻ, ഇൻ ആൻ ആർട്ടിക്കിൾ, ഇൻ എ ജേണൽ, ഇൻ ആൻ ഇമെയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇമെയിൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മീഡിയ ആണല്ലോ. അവിടെ അത് ഇലക്ട്രോണിക് മീഡിയ ആണെങ്കിലും അത് ഒരു ലെറ്ററാണ്. ട്രഡീഷണലി പരമ്പരാഗതമായി ലെറ്റർ എന്നത് പേപ്പർ ആണ്. അതുകൊണ്ട് തന്നെ ഇൻ ആൻ ഇമെയിൽ എന്നാണ് പറയേണ്ടത്. ഓൺ ദ ഫോൺ, ഓൺ ദ മോണിറ്റർ, ഓൺ ദ സ്ക്രീൻ, ഓൺ ദ ലാപ്ടോപ്പ്, ഓൺ ദ ടാബ്ലറ്റ്, ഓൺ ദി വെബ്സൈറ്റ്. ഐ വാച്ച് ദ മൂവി ഡാഷ് മൈ ലാപ്ടോപ്പ്. ശ്രദ്ധിക്കുക, ലാപ്ടോപ്പ് ആണ് അപ്പോൾ ഉപയോഗിക്കേണ്ടത് ഓൺ. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഡാഷ് ദ വെബ്സൈറ്റ്, ഓൺ ദ വെബ്സൈറ്റ്. ഓക്കെ, ഷീ വാസ് വർക്കിംഗ് ഓൺ ഹർ കമ്പ്യൂട്ടർ, ഓൺ. ഐ saw it on my tablet. ഇപ്പോൾ ഇൻ ആൻഡ് ഓൺ എന്ന് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ഇനി മറ്റുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് വേറെ ഒരു ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ലെസണിനെ ബേസ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് ക്വസ്റ്റ്യൻ. ഷീ റെഡ് ഇറ്റ് ഡാഷ് ഹർ ടെക്സ്റ്റ് ബുക്ക്. അവിടെ ഇൻ വേണോ അതല്ലെങ്കിൽ ഓൺ വേണോ എന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക.